ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കാറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്താണ് കിട്ടിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു അന്തിമമായിട്ടുള്ള ആൻസർ ആയിരിക്കില്ല. ആൻസർ കീ കിട്ടിയതിന് ശേഷം നമുക്ക് അന്തിമമായിട്ട് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ സീരീസിൽ നിന്ന് തുടങ്ങി ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ മലയാളി താരം ആര് എന്നുള്ളതാണ് 71ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് മത്സര പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് മുമ്പായിട്ടും. ആളിപ്പോൾ വിരമിച്ചിട്ടുണ്ട്. ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അഞ്ജു ബേബി ജോർജ്, അതുപോലെ തന്നെ സച്ചിൻ പ്രകാശ് ഒക്കെ ഓപ്ഷനിലുണ്ട്. പക്ഷേ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. PR ശ്രീജേഷ്. ശരീരഭാരമോ വലിപ്പമോ പരിഗണിക്കാതെ ഒരു കായിക താരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൊത്തം ശക്തിയെ അറിയപ്പെടുന്നത്, അതായത് മൊത്തം ശക്തിയെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആബ്സല്യൂട്ട് സ്ട്രെങ്ത് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. സ്ട്രെങ്സ്, ഇൻഡ്രൻസ്, റിലേറ്റീവ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 73ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. എല്ലാവർക്കും കാറ്ററ്റ് എക്സാം ഒക്കെ വളരെ എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. 1-2 പേരൊക്കെ കുറച്ച് ടൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവരും പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യട്ടെ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ 73ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പല ക്വസ്റ്റ്യനുകളും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാറ്ററ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പിന്നീട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് അത് ജനറൽ ആയിട്ടുള്ള ഈ കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ചില സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ വരാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വീണ്ടും പരീക്ഷകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ 73ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓർഗൺ ഈസ് ഓഫൺ ദ റെഫേഴ്സ് ടു ആസ് ദ കെമിക്കൽ ഫാക്ടറി ഓഫ് അവർ ബോഡി എന്നുള്ളതാണ് 73ാമത്തെ ക്വസ്റ്റ്യൻസ്. ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്ക. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി, ലിവർ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. ഇനി 74ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 74ാമത്തെ ക്വസ്റ്റ്യൻ, 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ഏതാണ് എന്നുള്ളതാണ് റൈറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 74ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ ബി ആണ്, ലോസ് ഏഞ്ചലസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇതൊരു അധികം പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഒളിമ്പിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് 75ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കണക്റ്റീവ് എക്സസൈസസ് ഈസ് പ്രൈമർലി ഡിസൈൻ ടു എന്നുള്ളതാണ് 75ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഇംപ്രൂവ് ഓവറോൾ ഫിറ്റ്നസ്, അതുപോലെ തന്നെ കറക്റ്റീവ് പോസ്ചറൽ ഡിഫോംഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എൻഹാൻസ് അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. എന്താണ്? ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 76ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അളക്കുന്നതിന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടെസ്റ്റ് എന്താണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അളക്കുന്നതിനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് 76ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് ഓപ്ഷൻ ഡി ആണ്, വാലിഡിറ്റി. ഓപ്ഷൻ എ ഒബ്ജക്റ്റിവിറ്റി, നോംസ്, റിലയബിലിറ്റി, അതുപോലെ തന്നെ വാലിഡിറ്റി എന്നിങ്ങനെ
4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് 76ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ ഡി ആണ്, വാലിഡിറ്റി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. സിഫിലിസ് ഈസ് ദ ഡിസീസസ് സ്പ്രെഡ് പ്രൈമർലി ത്രൂ എന്നിങ്ങനെയാണ് 77ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 77. പ്രാണികളുടെ കടി, ലൈംഗിക ബന്ധം, ഷെയ്ക്ക് ഹാൻഡിലൂടെ, ഭക്ഷണം പങ്കിട്ടാൽ, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. പ്രാണികളുടെ കടി, ലൈംഗിക ബന്ധം, ഷെയ്ക്ക് ഹാൻഡിലൂടെ, ഭക്ഷണം പങ്കിട്ടാൽ. 77ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിഫിലിക്സ് എന്നാണ് ആ രോഗത്തിൻ്റെ പേര് പറയുന്നത്. സിഫിലിക്സ്. മുമ്പ് ഈ രോഗം കേട്ടവരുണ്ടോ? ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സെക്ഷൽ കോണ്ടാക്റ്റ് ആണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 78ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങാം. ഇത് നോക്കൗട്ട് ടൂർണമെൻറ്റിൻ്റെ നോക്കൗട്ട് ഫിക്സറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 21 ടീം ഉണ്ടെങ്കിൽ അതിൽ എത്ര വൈ ടീം വരും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 78ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 11 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. 11 ടീമുകളായിരിക്കും നോക്കൗട്ടിൽ ബേസിസിൽ ഒരു 21 ടീമിൻ്റെ കളി വരികയാണെങ്കിൽ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 21 ടീമുകളുള്ള ഒരു നോക്കൗട്ട് ടൂർണമെൻറ്റിൽ എത്ര ബൈകൾ ആവശ്യമാണെന്നുള്ളത്, എത്ര ബൈ ടീം വരുന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 11 റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് 79ാമത്തെ അല്ലേ. ദ ഡ്യൂറേഷൻ ഓഫ് സ്റ്റെപ്പിംഗ് ഇൻ ദ ഹാർഡ്വേർഡ് സ്റ്റെപ്പ് ടെസ്റ്റ് ഈസ്. ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയുണ്ട്: 2 minutes, 5 minutes, 10 minutes, 15 minutes എന്നിങ്ങനെയാണ് ABCD എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിൽ 5 minutes ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 5 minutes. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. 80ാമത്തെ ക്വസ്റ്റ്യൻ: ബോഡീസ് എബിലിറ്റി ടു ഫൈറ്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷൻസ് ഈസ് കാൾഡ് എന്നുള്ളതാണ് 80ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കൊറോണ ഒക്കെ വന്നപ്പോൾ ഈ ഒരു ടേം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇതിൽ അങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ 4 തന്നിട്ടുള്ളത്: ഫിറ്റ്നസ്, ഹീലിംഗ് പവർ, ഇമ്മ്യൂണിറ്റി, സെൽഫ് ഡിഫെൻസ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ABCD എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി എന്ന് പറയും. പ്രതിരോധ ശേഷിയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് 81ാമത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ലോ ഓഫ്, അതായത് ഫസ്റ്റ് ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മറ്റൊരു പേരാണ് ഇനീഷ്യ. ഓപ്ഷൻ ബി ഇനീഷ്യ. ആക്സിലറേഷനും റിയാക്ഷനും മൊമെൻറ്റും ഒക്കെ ഉണ്ട്. അതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 81ാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 82ാമത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത്: ദ ഫാർട്ട്ലെഗ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് എന്നുള്ളതാണ്. ഫാർട്ട്ലെഗ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ്. ഓപ്ഷൻ ബി ആണ്. സ്പീഡ് പ്ലേ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സ്പീഡ് പ്ലേ. 83ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഐറ്റം ഇൻ സ്കോട്ട് മോട്ടോർ എബിലിറ്റി ടെസ്റ്റ്. ഈ സ്കോട്ട് മോട്ടോർ എബിലിറ്റി ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ഐറ്റം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇങ്ങനെ: ബാസ്കറ്റ് ബോൾ ത്രോ ഓഫ് ഡിസ്റ്റൻസ്, ബാസ്കറ്റ് ബോൾ ത്രോ ഫോർ ഡിസ്റ്റൻസ്, ബാസ്കറ്റ് ബോൾ വാൾ പാസ്, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്, ഒപ്റ്റിക്കൽ റേസ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. 83ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ബാസ്കറ്റ് ബോൾ വാൾ പാസ് ആണ് ആൻസർ വരുന്നത്. ഇനി 84ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ടെന്നീസിൽ ഒരു കളിക്കാരൻ പന്ത് സെർവ് ചെയ്യുകയും എതിരാളിക്ക് അത് തിരികെ നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പദം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് എയ്സ്. ഇത് നമ്മൾ വോളിബോളിലൊക്കെ വരുന്നുണ്ടല്ലോ, ഡയറക്റ്റ് പോയിന്റിന് നമ്മൾ എയ്സ് എന്നല്ലേ പറയുന്നത്. ഓക്കെ. 85ാമത്തെ ക്വസ്റ്റ്യൻ: ടീച്ചിങ്
എയ്ഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ എന്നുള്ളതാണ് 85ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഹെൽപ്സ് ഇൻ ദ എഫക്റ്റീവ് ട്രാൻസ്ഫർ ഓഫ് കണ്ടന്റ്. എന്നിങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐസോകൈനറ്റിക് എക്സസൈസ് വാസ് ഫോർമുലേറ്റഡ് ബൈ എന്നുള്ളതാണ് 86ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ജെയിംസ് പെരീൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 86ാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഒക്യൂസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡാറ്റ സെറ്റ് ഈസ് കോൾഡ്. സ്റ്റാറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഡാറ്റ ഗണത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ട മൂല്യം അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. മീൻ, മീഡിയൻ, മോഡ് എന്നിങ്ങനെ ആണ് തന്നിട്ടുള്ള റേഞ്ചും ഉണ്ട്. അതൊരു മോഡാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ 88ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൈമർലി എയിം ടു പ്രൊമോട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഏത് എന്നുള്ളതാണ് 88ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ എ ആണ്. അക്കാദമിക്കൽ നേട്ടങ്ങൾ മാത്രം. അക്കാഡമിക്കൽ അച്ചീവ്മെൻറ്റ്സ് ഓൺലി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തെ മേൽഭാഗവും കീഴ്ഭാഗവുമായി വിഭജിക്കുന്ന ചലനതലം ഏതാണെന്നുള്ളതാണ്. അത് ഫ്രണ്ടൽ പ്ലെയിൻ ആണ്. ഫ്രണ്ടൽ പ്ലെയിൻ. ഡിറ്റെയിൽ പ്ലെയിൻ ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ്. ഫ്രണ്ടൽ പ്ലെയിൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇതിന് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 90ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്കിൽ ഓർ നോളജ് ലെവൽ ക്യാൻ ബി മെഷേർഡ് ബൈ എന്നുള്ളതാണ് 90ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ സി ആണ്. ടെസ്റ്റ് ആണ് അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇവാലുവേഷൻ, മെഷർമെൻറ്റ്, ടെസ്റ്റ്, വാലിഡിറ്റി, അങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. അതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ടെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.